ഇപ്പോൾ ആദിശേഖർ, ഞാൻ ഈ വാർത്തയിലേക്ക് വരാം. ആദിശേഖർ കൊലപാതക കേസിലെ വിധി വരാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് കുട്ടിയുടെ ബന്ധു പ്രതികരിക്കുന്നു. കോടതി ഇപ്പോൾ 302 വകുപ്പ് പ്രകാരം കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുകയാണ്. എന്റെ മകനെ ഓഗസ്റ്റ് 30, 2023 പ്രതി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കളി തീരുന്നതുവരെ അരമണിക്കൂറോളം സമയം സ്റ്റേജിന്റെ പുറകെ കാറ് ഒളിപ്പിച്ചിട്ട് കുട്ടി ബോൾ വെച്ചിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് കാർ സ്റ്റാർട്ടാക്കി കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ വീഡിയോ എല്ലാം എല്ലാവരും കണ്ടതാണ്. ഇതിന് ഒരു 3 മാസം മുമ്പ് ക്ഷേത്രത്തിന്റെ ഈ സ്റ്റേജിന്റെ സൈഡിൽ കുട്ടികൾ ബോൾ വെക്കുന്ന സ്ഥലത്ത് പ്രതി മൂത്രമൊഴിച്ചു. അപ്പോൾ പാലുമായി വന്ന എന്റെ മകൻ അത് കണ്ടിട്ട് അത് ചോദ്യം ചെയ്തു. ഇത് ഞങ്ങളുടെ ബോൾ വെക്കുന്ന സ്ഥലമാണ്, ഇത് ക്ഷേത്രത്തിന്റെ മതിലാണ്, ഇവിടെ മാമ മൂത്രമൊഴിക്കുന്നത് നാണമില്ലേ, ഞങ്ങൾക്കിത് ബോൾ വെക്കേണ്ട സ്ഥലമല്ലേ എന്ന് ചോദിച്ച ഒരൊറ്റ വിരോധത്തിന്റെ പേരിൽ അതിന് ഒരു മാസം കഴിഞ്ഞ് ഒരു മെയ് മാസത്തിലെ ആദ്യത്തെ ആഴ്ച പ്രതി എന്റെ മകനെ വീണ്ടും കാണുകയും അന്ന് കൈപിടിച്ച് തിരിക്കുകയും ചെയ്തു. അന്ന് ഒരു അമ്മൂമ്മ, എന്റെ ഒരു കുഞ്ഞമ്മ വന്നിട്ട് ഈ പ്രതി കുട്ടിയുടെ കൈപിടിച്ച് തിരിക്കുന്നത് കണ്ട് മനസ്സിലാക്കുകയും അത് പെട്ടെന്ന് അമ്മൂമ്മ വരുന്നത് കണ്ട് പ്രതി കൈവിട്ട് പോവുകയാണ് ചെയ്തത്. പിന്നീടാണ് ഈ 3-ാം ഓണത്തിന്റെ അന്ന് പ്രതി പതിവായിട്ട് ആ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കളുമായി മദ്യപിക്കാൻ എത്താറുണ്ട്. അന്ന് പ്രതി കുട്ടിയെ കാത്തു നിന്ന് 3-ാം ഓണത്തിന്റെ അന്ന് വൈകുന്നേരം കുട്ടിയെ പെട്ടെന്ന് കയറുകയറ്റി കൊല്ലുകയും കാറ് മുന്നോട്ടെടുത്ത് മറ്റു കാറിൽ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന തടസ്സപ്പെടുത്താനായിട്ട് ആ റോഡിൽ തന്നെ വാഹനം ഇടുകയാണുണ്ടായത്. പുറകെ വന്ന കാറ് കുട്ടിയെ കയറ്റിയിട്ട് റോഡിൽ നിന്നിറങ്ങി വയലിലൂടെ കയറിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പ്രതി നേരെ ആശുപത്രിയിലെത്തി കുട്ടിയുടെ മരണം ഉറപ്പുവരുത്തിയ ശേഷം നമ്മുടെ കുണ്ടമൺകടവ് ഭാഗത്ത് വാഹനം ഉപേക്ഷിച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് കടന്നു കളയുകയാണുണ്ടായത്. ഏകദേശം 12-13 ദിവസത്തിന് ശേഷമാണ് കേരള പോലീസ് പിന്തുടർന്ന് തമിഴ്നാട്ടിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. ആ കേസാണ് ഇന്ന് ഉച്ചയ്ക്ക് 12:30 വിധി പറയാൻ പോകുന്നത്. ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. അങ്ങനെ വിശ്വസിക്കുന്നു. 302 വകുപ്പാണ്. പ്രതിഭാഗം കോടതി തള്ളിക്കളഞ്ഞു. കാരണം CCTV ഫുട്ടേജ് ഉണ്ട്. ദൈവത്തിന്റെ ഒരു 3-ാം കണ്ണ് എന്ന നിലയിലാണ് ആ CCTV ഫുട്ടേജ് പ്രവർത്തിച്ചത്, അത് കിട്ടിയത്. അപ്പോൾ CCTV ഫുട്ടേജിൽ അത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ പ്രതി കൃത്യമായിട്ട് ഒളിവിൽ പോയത് ഒക്കെ കോടതി പരിഗണിച്ചിട്ടുണ്ട്. ആദിശേഖറിന്റെ അച്ഛനാണ് പ്രതികരിച്ചത്. കൃത്യമായ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ഈ പ്രതി പെരുമാറിയത്. ഈ സംഭവത്തിൽ ആദിശേഖർ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിനു ശേഷമുണ്ടായ ദിവസങ്ങളിലും ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് കൊണ്ടുകൂടിയാണ് ആദിശേഖറിന്റെ അച്ഛനാണ് പ്രതികരിച്ചത്. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി പറയുന്നത് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു. വിനോദ് നമുക്കൊപ്പം ചേർന്നു. വിനോദ്, വിശദാംശങ്ങൾ എന്താണ്? എപ്പോഴാണ് ഇനി വിധി പറയുക? അപർണ, അത് 8ലേക്ക് മാറ്റിയിട്ടുണ്ട്. ജെൻസൺ കേടൽ രാജയുടെ കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം അത് 8ലേക്കാണ് മാറ്റിയിരിക്കുന്നത്. 2 കേസുകളും, ഇന്ന് ഈ പ്രധാനപ്പെട്ട 2 കേസുകളും ഒരേ കോടതിയാണ് പരിഗണിക്കുന്നത്. അഡീഷണൽ സെഷൻസ് കോടതി, 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ 2 കേസുകളും പരിഗണിക്കുന്നത്. 2017 ഏപ്രിലായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊല നടന്നത്. അത് ഈ കേടൽ രാജ പിതാവ് രാജാത്തങ്കം, അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് കേടലിന്റെ അമ്മ ജീൻ പത്മ, കേടലിന്റെ സഹോദരി കരോലിൻ, ബന്ധു ലളിത, ഇങ്ങനെ 4 പേരെയാണ് അവിടെ കൊലപ്പെടുത്തുന്നത്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു ബ്ലാക്ക് മാജിക്, അതുമായി ബന്ധപ്പെട്ട് ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളായിരുന്നു. ആത്മാവ് പുറത്തേക്ക് പോകുന്നത് കാണുക, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇത് ചെയ്തുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്നാൽ താൻ കുറ്റക്കാരനല്ലെന്നും ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ താൻ ചെന്നൈയിലായിരുന്നു എന്ന കാര്യവുമാണ് പ്രതി കോടതിയെ നേരത്തെ ബോധ്യപ്പെടുത്തിയത്. ഏതായിരുന്നാലും ആ കേസ് അതിൽ വിധി പറയുന്നത് 8ലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു. ജയിലിൽ തന്നെ ഈ പ്രതിയുടെ പെരുമാറ്റം, അതെല്ലാം തന്നെ വളരെ വിചിത്രമായ കാര്യമാണ്. പിന്നീട് ഒറ്റയ്ക്ക് താമസിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അവിടെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർ വലിയ സമ്പന്നമായ കുടുംബമാണ്.
ഒരുപക്ഷെ സ്വത്തിന് വേണ്ടിയുള്ള കാര്യമാണോ എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ സംശയമുണ്ടായതെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് ഇയാൾ പഠനത്തിനായി പോവുകയായിരുന്നു. അവിടെയാണ് ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നത്. പിന്നീട് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു മന്ത്രവാദം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇങ്ങനെ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തുകയായിരുന്നു. റൈറ്റ്, വി വിനോദാണ്. ഏതായാലും നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ വിധി 8-ാം തീയതിയിലേക്ക് വിധി പറയുന്നത് മാറ്റിവെച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾ കാണാം. ഒരിടവേള കൂട്ടി.